ഷാഹി കബീർ ഡയറക്റ്റ് ചെയ്ത് 2022 റിലീസ് ചെയ്ത ക്രൈം ത്രില്ലർ സിനിമയാണ് ഇലവിഴ പൂഞ്ചിറ. ഈ സിനിമ ഇറങ്ങിയപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് അധികമൊന്നും കേട്ടിട്ടില്ലായിരുന്നു. ഈ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ അണ്ടർ റേറ്റഡ് ക്രൈം ത്രില്ലർ ആണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് പോസ്റ്റുകൾ കണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സിനിമ ഞാൻ കാണുന്നത്. ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോറിയാണ് സിനിമയിൽ പറയുന്നത്. ഒരു നല്ല ഒഴിഞ്ഞൊരു ഏരിയ, ഒരു ഹിൽ ടോപ്പ്, ഇലവിഴ പൂഞ്ചിറ എന്ന് പറയുന്ന ഹിൽ ടോപ്പിൽ രണ്ട് പോലീസുകാർ ഒരു വയർലെസ് പോലീസ് സ്റ്റേഷനിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ സിനിമയുടെ ഫസ്റ്റ് ഷോട്ടിൽ ഒരു മർഡർ നടന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് അധികം ഡീറ്റെയിൽസ് ഒന്നും ആദ്യം തന്നെ തരുന്നില്ല. സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫ് ഫുള്ള് സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ക്യാരക്ടേഴ്സ്, ഈ ഹിൽ സ്റ്റേഷനിലുള്ള രണ്ട് പോലീസുകാർ തമ്മിലുള്ള സംഭാഷണം, ആ ഒരു ലൊക്കേഷൻ, അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് ഫസ്റ്റ് ഹാഫ് ഫുള്ള് യൂസ് ചെയ്യുന്നത്. അതിനിടയിൽ കൂടി തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു മർഡറിനെ കുറിച്ചും ഇതിൻ്റെ ഒരു പല പല ഭാഗത്തു നിന്നായിട്ട് ബോഡി പാർട്സ് ഇങ്ങനെ കിട്ടുന്നതായിട്ട് ഇങ്ങനെ ഒരു റേഡിയോയിലൂടെയും പിന്നെ അതിനെക്കുറിച്ച് ഈ ക്യാരക്ടേഴ്സ് തമ്മിൽ സംസാരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഫസ്റ്റ് ഹാഫ് ഫുള്ള് പോകുന്നത്. സെക്കൻഡ് ഹാഫ് എത്തുമ്പോഴാണ് നമുക്ക് ഈ ഒരു മർഡറുമായിട്ടൊരു കണക്ഷൻ വരുന്നത്. എന്താണ് മെയിൻ സ്റ്റോറിയിലേക്ക് സിനിമ കടക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. സിനിമയുടെ ഫസ്റ്റ് ഹാഫ്, അതായത് ഒരു ഇൻട്രോയിൽ വരെ ഇതൊരു ക്യാരക്ടർ ഡ്രിവൺ ഡ്രാമയായിട്ടാണ് തോന്നിയത്. അത് കഴിയുമ്പോഴാണ് ഇതൊരു മർഡർ മിസ്റ്ററി ത്രില്ലർ പോലെ ചേഞ്ച് ആകുന്നത്. സിനിമയുടെ ടൈം ഒട്ടും വേസ്റ്റ് ചെയ്തിട്ടില്ല. ആകെ 1 മണിക്കൂർ 44 മിനിറ്റുമാണ് സിനിമ ഉള്ളത്. ബട്ട് അത് നന്നായിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ആണ് ആക്ടേഴ്സ് രണ്ടുപേരും കാണിച്ചിരിക്കുന്നത്. സിനിമയിൽ ഏറ്റവും റൺ ടൈം ഉള്ളത് സൗബിൻ സാഹിറിനും സുധി കോപ്പയ്ക്കുമാണ്. ഇവർ രണ്ടുപേരും അവരുടെ ക്യാരക്ടർ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് മെയിൻ ക്യാരക്ടേഴ്സ് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ചെറിയ ക്യാരക്ടേഴ്സ് വന്ന് ഇതിൽ പോകുന്നുണ്ട്. അവർ പോലും അവരുടെ പെർഫോമൻസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയാൻ എനിക്ക് നല്ലതായിട്ട് തോന്നിയത് സിനിമയുടെ സ്ക്രീൻ പ്ലേയും റൈറ്റിങ്ങുമാണ്. സിനിമയിലിപ്പോൾ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് ആയാലും രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിൽ സംസാരിക്കുമ്പോൾ തന്നെ നമുക്കത് ഫസ്റ്റ് ഹാഫിൽ കാണുമ്പോഴത്തേക്കും നമുക്കത് എന്താണെന്നൊരു ഐഡിയ കിട്ടില്ലെങ്കിലും നമ്മൾ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നീട് ആലോചിക്കുമ്പോൾ ആ ഒരു കുറച്ചുകൂടി നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സിനിമ പോകുന്നത്. ഈവൻ ഫസ്റ്റ് ഹാഫിൽ ഇപ്പോൾ നമ്മളൊരു ക്യാരക്ടർ ഒരു ചെറിയ കാര്യം ചെയ്യുന്നത് കണ്ടാലും നമ്മൾ സെക്കൻഡ് ഹാഫ് കണ്ടു കഴിയുമ്പോഴാണ് ആ ഒരു ചെറിയൊരു കാര്യത്തിന് വരെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ റെലവൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഈ സിനിമ കണ്ടപ്പോൾ എനിക്കും തോന്നിയതാണ് ഇതൊരു അണ്ടർ റേറ്റഡ് ക്രൈം മൂവിയാണ്. ഒരു സ്ലോ പേസ്ഡ് അറ്റ്മോസ്ഫിയറിക് ആയിട്ടുള്ള ക്രൈം ത്രില്ലർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും ഇത് കണ്ടിരിക്കേണ്ട സിനിമയാണ്.